ഇപ്പോൾ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് PV നർമ്മലെ എത്തിക്കുന്നതിന് മുമ്പായി കുറ്റിപ്പുറം ആശുപത്രിയിൽ വൈദ്യപരിശോധന സ്വാഭാവിക നടപടിക്രമമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കുമ്പോഴും ഇത്തരത്തിൽ വൈദ്യപരിശോധന നടത്താറുണ്ട്. ജയിലിലേക്ക് എത്തിക്കുന്നതിന് മുമ്പും വൈദ്യപരിശോധന ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം വിപിൻ സി വിജയൻ ചെയ്യുന്നു. വിപിൻ, അതായത് അപ്പോൾ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് PV അൻവർ MLA എത്താൻ വൈകും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ജയിലിലേക്ക് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ആരോഗ്യസ്ഥിതി പരിശോധിക്കുന്ന നടപടിക്രമമുണ്ട്. ഇതിന്റെ ഭാഗമായി കുറ്റിപ്പുറം ആശുപത്രിയിലേക്ക് PV അൻവർ MLA മാറ്റിയിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. അങ്ങേയറ്റം ഇന്നലെ ഒരു ചിലനായ്ക്ക വിഭാഗത്തിൽപ്പെട്ട ആദിവാസി യുവാവിനെ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെടുന്നതിന് പിന്നാലെ ഉണ്ടായ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ അത് DFO ഓഫീസ് മാർച്ചിലേക്ക് എത്തുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ DFO ഓഫീസ് പൂട്ടിക്കിടക്കുകയായിരുന്നു. അങ്ങനെ അൻവറിൻ്റെ കൂടെയുള്ള പ്രവർത്തകർ പൂട്ടിപ്പൊളിച്ച് അന്യായമായി സംഘം ചേർന്ന് അതിക്രമിച്ച് കയറി. ഇതിന് പിന്നാലെയാണ് PDPP ആക്റ്റും അന്യായമായി സംഘം ചേരലും അതിക്രമിക്കലും പോലീസിന് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തലടക്കം ഗുരുതര സ്വഭാവമുള്ള വകുപ്പുകൾ ചുമത്തി ഉച്ചയോടെ പോലീസ് FIR ഇടുന്നത്. FIR ഇട്ടതിന് പിന്നാലെ 3 പ്രതികളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കി. അപ്പോഴും നിലമ്പൂർ പരിസരത്തും പോലീസ് സ്റ്റേഷൻ പരിസരത്തേക്കും ഉണ്ടായത് PV അൻവർ MLA വിളിച്ചു വരുത്തുക, അറസ്റ്റുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയോ പോലീസ് ചെയ്തില്ല. പക്ഷേ രാത്രി വൈകി 9-9:30 PV അൻവർ MLA വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്ന ഒരു നാടകീയ സംഭവങ്ങൾക്കാണ് ഇന്നലത്തെ രാത്രി സാക്ഷിയായത്. അങ്ങനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ നിലമ്പൂരിലെ ആശുപത്രിയിൽ വൈദ്യപരിശോധന പൂർത്തിയാക്കി. പിന്നീട് മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് പോകുമ്പോഴും PV അൻവർ MLA അവസാനമായി പ്രതികരിച്ചത് ഈ അറസ്റ്റ് പിണറായി സർക്കാരിൻ്റെ പോലീസിന്റെ വേട്ടയാണെന്നും താൻ പുറത്തിറങ്ങിയാൽ ഇതിനെതിരെ പ്രതികരിക്കുമെന്നടക്കം പറഞ്ഞ PV അൻവർ MLA മുസ്ലിം വിരുദ്ധരുടെ ഉദാഹരണം കൂടിയായി തൻ്റെ അറസ്റ്റിനെ വ്യാഖ്യാനിക്കുന്നതും നമ്മൾ കണ്ടു. പിന്നീട് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. PV അൻവർ MLA 14 ദിവസത്തേക്കാണ് മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തതിന് പിന്നാലെ തവനൂർ സെൻട്രൽ ജയിലിലേക്കാണ് PV അൻവറിനെ കൊണ്ടുപോകാൻ പോലീസ് തീരുമാനിച്ചത്. ഈ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് പോകുന്നതിന് മുന്നോടിയായി ഏകദേശം 10-15 മിനിറ്റ് മാത്രമാണ് ദൂരം ബാക്കി. അതിന് മുന്നോടിയായി കുറ്റിപ്പുറം ആശുപത്രിയിൽ സ്വാഭാവികമായുള്ള ആരോഗ്യ പരിശോധന കൂടി പൂർത്തിയാക്കിയ ശേഷമായിരിക്കും തവനൂർ സെൻട്രൽ ജയിലിലേക്ക് PV അൻവർ MLA കൊണ്ടുപോവുക. ഇടതുമായി പിരിഞ്ഞ കളം മാറിച്ചവിട്ടിയ PV അൻവർ MLA മുഖ്യമന്ത്രിക്കും P ശശിക്കും MRH കുമാറിനുമെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ച് സർക്കാർ തലത്തിൽ സർക്കാർ കള്ളക്കടത്ത് നെക്സസ് അടക്കമുണ്ടെന്ന ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തിയ PV അൻവർ MLAക്കെതിരെ നിരവധി കേസുകളാണ് ഇതിനോടകം തന്നെ എടുത്തിരിക്കുന്നതിൽ ഏറ്റവും ഗുരുതര സ്വഭാവമുള്ള ഫോൺ ചോർത്തലടക്കമുള്ള കേസുകളിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തെങ്കിലും അന്നൊന്നും ഉണ്ടാകാത്ത അറസ്റ്റ് നടപടിക്രമങ്ങൾ ഇന്നൊരു ജനകീയ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നു. ഇത് സ്വാഭാവികമായി രാഷ്ട്രീയ മാനങ്ങൾ ഏറെയുള്ളൊരു കേസ് കൂടിയായി മാറുകയാണ്. ഇന്ന് രാവിലെ അടക്കം പ്രതിപക്ഷ നേതാക്കളുടെ അടക്കം കോൺഗ്രസ് നേതാക്കളുടെ അടക്കം ലീഗ് നേതാക്കളുടെ അടക്കം പ്രതികരണങ്ങൾ എങ്ങനെയാകുമെന്ന് കൂടി നമ്മൾക്ക് അറിയേണ്ടതുണ്ട്. അൻവറിനെ പൂർണ്ണമായി അവർ അംഗീകരിക്കുമോ? അറസ്റ്റിനെതിരെ മാത്രമുള്ള ഒരു അംഗീകാരം മാത്രമായിരിക്കും അൻവറിന് ഉണ്ടാകും? അൻവറിന്റെ ആശയങ്ങളോട് അൻവറിന്റെ ഈ സമര പ്രഖ്യാപനങ്ങളോട് അവർ ചേർന്ന് നിൽക്കുമെന്ന് അടക്കം അറിയേണ്ടി വരും. ഇപ്പോൾ വിപിൻ സി വിജയൻ നമ്മോട് പറഞ്ഞു. വിപിൻ, ഈ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് എത്താൻ ഇനിയും വൈകുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? സ്വാഭാവികമായി തീർക്കേണ്ട ഒരു നടപടിക്രമം, അതായത് ജയിലിലേക്ക് എത്തിക്കുന്ന മുമ്പ് ആരോഗ്യ പരിശോധന, അതാണോ ഇപ്പോൾ കുറ്റിപ്പുറത്ത് നടക്കുന്നത്? അതെ, അത്തരമൊരു ആരോഗ്യ പരിശോധന വീണ്ടും നടത്തിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് 3ാമത്തെ പരിശോധനയാണ് ഈ നടക്കുന്നത്. കാരണം വീട്ടിൽ നിന്ന് ആദ്യം ഡോക്ടർമാർ സ്വമേധയാ PV അൻവർ തന്നെ വിളിച്ചു വരുത്തിയ ഡോക്ടർമാരുടെ ഒരു പരിശോധന നടത്തിയിരുന്നു. ഇപ്പോൾ BP-ക്കും ഷുഗറിനൊക്കെ ഗുളിക കഴിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പരിശോധനയുടെ ഫലം തനിക്ക് അറിയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഡോക്ടറുടെ സേവനം ആവശ്യപ്പെട്ടത്. ആ പോലീസുകാർ അപ്പോൾ ആ സമയം കാത്തു നിൽക്കുകയും ഡോക്ടറുടെ സേവനം വീട്ടിൽ വെച്ച് തന്നെ ഇതൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഈ അറസ്റ്റ് വരിച്ചത്. ശേഷം അറസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള വൈദ്യപരിശോധന അത് നിലമ്പൂരിൻ്റെ ജില്ലാ ആശുപത്രിയിൽ വെച്ച് നടന്നു. ഇപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ കൊണ്ടുവരുന്ന വഴിക്ക് കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിലും ഒന്ന് കയറ്റിയിരിക്കുന്നത്. ഇതൊരു റുട്ടീൻ പരിശോധന എന്നാണ് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത്. ഏകദേശം ഒരു 15 മിനിറ്റോളം എടുക്കും വീണ്ടും ഇവിടേക്ക് വരാൻ എന്നുള്ളതാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനിയും 15 മിനിറ്റിന് ശേഷമായിരിക്കും തവനൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിക്കുക PV അൻവറിനെ. അതിനുള്ള എല്ലാ നടപടികളും ഇവിടെ പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ അതിൻ്റെ വൈദ്യപരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. 3ാമത്തെ പരിശോധനയാണ് ഇന്ന് നടക്കുന്നത്. ഒരു റൊട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത്. സുഹൈൽ.
സമയം 2 മണിയോട് അടുക്കുന്നു. ഇപ്പോഴും തവനൂർ സെൻട്രൽ ജില്ലയ്ക്ക് PV അൻവർ MLA എത്തിച്ചിട്ടില്ല. അതിന് മുന്നോടിയായുള്ള റുട്ടീൻ പരിശോധനയുടെ ഭാഗമായി കുറ്റിപ്പുറം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് PV അൻവർ MLA സംബന്ധിച്ചിടത്തോളം മൂന്നാമത്തെ ആരോഗ്യ പരിശോധനയാണ്. ആദ്യം വീട്ടിൽ പോലീസ് അറസ്റ്റ് ചെയ്തതിന് മുന്നോടിയായി തന്നെ തൻ്റെ സ്വന്തം ഡോക്ടറുമായി, തൻ്റെ സ്വകാര്യ ഡോക്ടറുമായി, പേഴ്സണൽ ഡോക്ടറുമായി ഡോക്ടർ PV അൻവർ MLAയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ചു. അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി നിലമ്പൂർ ആശുപത്രിയിലും സമാനമായ രീതിയിൽ ആരോഗ്യ പരിശോധന നടത്തി. ഇപ്പോൾ റിമാൻഡ് ചെയ്തതിന് പിന്നാലെ തവനൂർ സെൻട്രൽ ജില്ലയിൽ കൊണ്ടുപോകുന്നതിന് പിന്നാലെ കുറ്റിപ്പുറത്തെ ആശുപത്രിയിലും ആരോഗ്യ പരിശോധന നടത്തുകയാണ്. ഇനിയും 15 മിനിറ്റോളം സമയം PV അൻവർ MLA തവനൂർ സെൻട്രൽ ജില്ലയ്ക്ക് എത്തിക്കാൻ എടുക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഒരു സ്വാഭാവിക നടപടിക്രമങ്ങൾ, പക്ഷേ അസ്വാഭാവിക രാഷ്ട്രീയ മാനങ്ങൾ നൽകുന്ന ഒരു അറസ്റ്റ് നടപടിക്രമമായി മാറുന്നു. ഈ ഒരു വേള ഉപതെരഞ്ഞെടുപ്പിന് മുമ്പൊക്കെ തീപ്പന്തമായി മാറിയ PV അൻവർ MLA പിന്നീട് അണഞ്ഞു പോകുന്ന നമ്മൾ കണ്ട ഉപതെരഞ്ഞെടുപ്പിൽ നിർത്തിയ സ്ഥാനാർത്ഥിക്ക് വിചാരിച്ചതിൻ്റെ പകുതി വോട്ട് പോലും ലഭിച്ചില്ല. തൻ്റെ ഒരു ഇമ്പാക്റ്റ് പാൻ കേരളത്തിൽ സൃഷ്ടിച്ചെടുക്കാൻ PV അൻവർ MLAക്ക് ആകാത്ത സ്ഥിതിവിശേഷങ്ങൾ നമ്മൾ കണ്ടു. നിലമ്പൂരിലേക്ക് മാത്രമായി PV അൻവർ MLA ഒതുങ്ങിപ്പോകുന്നത് കണ്ടു. സഖ്യങ്ങളൊന്നും വിജയിക്കാതിരുന്നത് നമ്മൾ കണ്ടു. തൃണമൂലുമായി കൂട്ടുചേരാൻ നിന്നതും പിന്നീട് ലീഗ് നേതൃത്വവുമായും കോൺഗ്രസ് നേതൃത്വവുമായും രാജ്യതലസ്ഥാനം കേന്ദ്രീകരിച്ച് ചർച്ച നടത്തിയതടക്കം നമ്മൾ കണ്ടു. തൻ്റെ രാഷ്ട്രീയ മുന്നോട്ട് പോക്കിനൊരു രാഷ്ട്രീയ അഭയം വേണമെന്ന PV അൻവർ MLAക്ക് അറിയാമായിരുന്നു. പക്ഷേ ആ രാഷ്ട്രീയ അഭയത്തിൽ അനിശ്ചിതത്വത്തിൽ നിൽക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു അറസ്റ്റും അതിനെ തുടർന്ന് നാടകീയതകളും ഇപ്പോൾ ഉണ്ടാകുന്നത്. അങ്ങനെ PV അൻവർ MLA വിഷയത്തിൽ കാര്യമായ പ്രതികരണം ഉണ്ടാകാതിരുന്ന രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഒരു അറസ്റ്റിന് പിന്നാലെ PV അൻവർ MLAയെ യോജിച്ച് അനുകൂലിച്ച് അറസ്റ്റിനെ എതിർത്തുകൊണ്ട് കോൺഗ്രസിനും ലീഗിൻ്റെയും നേതൃത്വങ്ങളടക്കം രംഗത്തെത്തി നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കോൺഗ്രസത്തിൻ്റെ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. VD സതീശനൊക്കെ PV അൻവർ MLA UDF-ലേക്ക് കൊണ്ടുവരുന്നതിൽ താല്പര്യമില്ലെങ്കിലും PV അൻവർ MLA പൂർണ്ണമായി തള്ളാൻ മറ്റു നേതാക്കൾ K സുധാകരനെ പോലെയുള്ള നേതാക്കൾ തയ്യാറായിരുന്നില്ല. PV അൻവർ MLAയുടെ UDF പ്രവേശം ഈ ജയിൽവാസത്തിന് പിന്നാലെ ഉണ്ടാകുമെന്ന രാഷ്ട്രീയ ആകാംക്ഷയും PV അൻവർ MLAയുടെ അറസ്റ്റ് വഴി തുറന്നു വിടുന്നുണ്ട്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ നിലമ്പൂർ മേഖലയിലെ തദ്ദേശ സ്ഥാപനങ്ങളോടൊക്കെ വലിയൊരു ഹാൻഡ് ഹോൾഡ് ഈ PV അൻവർ MLAക്ക് ഉണ്ട് എന്ന സ്ഥിതിവിശേഷം നമുക്ക് വിസ്മരിക്കാനാകില്ല. PV അൻവർ MLAയെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൽ അങ്ങനെ അപ്രസക്തനാകുന്ന ഒരു വ്യക്തിയല്ല, പ്രസക്തിയുള്ള, എക്കാലം പ്രസക്തി ഉണ്ടാകുന്ന ഒരു നേതാവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ UDF-ന്റെ രാഷ്ട്രീയ പ്രവേശം, അതിനപ്പുറത്തേക്ക് നിലമ്പൂർ സീറ്റ് തിരിച്ചു പിടിക്കാനുള്ള UDF-ന്റെ തുറുപ്പ് ചീട്ടാകുമോ PV അൻവർ MLA എന്നതടക്കം നമുക്ക് അറിയേണ്ടതുണ്ട്. വിപിൻ C വിജയൻ നമ്മോടൊപ്പം വീണ്ടും ചെയ്യുന്നു. വിപിൻ, ഇനി ഈ ഒരു അറസ്റ്റിന് പിന്നാലെ, ഈ ഒരു റിമാൻഡിന് പിന്നാലെ, ഈ ജയിൽവാസത്തിന് പിന്നാലെ ജയിലിന് മുന്നേയുള്ള PV അൻവർ MLA ആയിരിക്കില്ല ജയിലിന് പുറത്തിറങ്ങിയാൽ എന്നും കൂടി വ്യാഖ്യാനിക്കേണ്ടി വരുമോ? കാരണം പുറത്തിറങ്ങിയാൽ പോരാട്ടം തുടരും, പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാമെന്നടക്കമുള്ള ചില മുന്നറിയിപ്പുകളൊക്കെ നൽകുന്നുണ്ട്. കഴിഞ്ഞ ഈ പല കേസുകൾ ഈ പിണറായി സർക്കാരുമായി അല്ലെങ്കിൽ ഇടതുമായി തെറ്റി നിന്ന സമയത്ത് പലതരം ആരോപണങ്ങൾ ഉയർത്തിയ വ്യക്തിയാണ്. സ്വർണ്ണക്കടത്തും ADGP M രാജ്കുമാറുമായുള്ള ബന്ധം, അതിനപ്പുറത്തേക്ക് ഒരു പ്രവാസി വ്യവസായയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട വിവാദം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പല ഘട്ടങ്ങളിൽ പുറത്തു പറഞ്ഞ ആളാണ്. ഇനിയും PV അൻവർ MLA പുറത്തു പറയാതെ ഒളിച്ചു വെക്കുന്ന എന്തെങ്കിലും ഉണ്ടാകുമോ തിരിച്ചു വന്നാൽ ഒരു വലിയ ബോംബായി ഇടാൻ? അദ്ദേഹം ഈ ഇടതുപക്ഷവുമായി അകന്നതിന് ശേഷം ഇത്തരത്തിലുള്ള പല വിധത്തിലുള്ള ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചിരുന്നു. കാരണം ഇവിടുത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തനിക്ക് വലിയ വിജയമുണ്ടാക്കാൻ സാധിക്കും, താൻ വിചാരിച്ചു കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റികൾ ഉൾപ്പെടെയുള്ളവ തൻ്റെ ഒപ്പം വരും എന്നുള്ള രീതിക്കൊക്കെ പറഞ്ഞിരുന്നു. മലപ്പുറത്തും പാലക്കാടും തൻ്റെ സ്വാധീനമുള്ളതുണ്ട്. അത്തരത്തിൽ പല പഞ്ചായത്തുകൾ തൻ്റെ കൂടെയാണ് നിൽക്കുന്നത്, അതൊക്കെ കാണിച്ചു തരാം എന്നുള്ളതൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം അതൊക്കെ നെഗറ്റീവാണ്, അല്ലെങ്കിൽ അതിലൊന്നും തന്നെ കാര്യമില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലേക്കാണ് പിന്നീട് ഒരു വിലയിരുത്തൽ ഉണ്ടായത്. കാരണം ചേലക്കരയിൽ വലിയ മാർജിനിൽ ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ഒരു 5000 വോട്ടുകൾക്ക് മുകളിലേക്ക് പോകാൻ സാധിച്ചില്ല. പാലക്കാടാണ് എന്നുണ്ടെങ്കിലും സ്ഥാനാർത്ഥിയെ പിൻവലിക്കേണ്ടി വന്നു, പിന്തുണ UDF-ന് നൽകേണ്ടി വന്നു. അതും വലിയ ചലനമുണ്ടാക്കിയതായിട്ട് പിന്നീട് വിലയിരുത്തപ്പെട്ടില്ല. അപ്പോൾ ഈ രീതിയിലാണ് നിൽക്കുന്നത്. ഇനി ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ ചലനമുണ്ടാക്കും എന്നുള്ളതാണ് ഇപ്പോൾ PV അൻവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയാലുള്ള ഒരു വെല്ലുവിളി ഇപ്പോഴും അദ്ദേഹം നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ എല്ലാ സ്ഥലത്തും അതിൻ്റെ ഒരു സംഘടനാ രൂപത്തിലേക്ക് വരാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല DMK-ക്ക്. അതിൻ്റെ ചർച്ചകളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. അതിനെപ്പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായും വരട്ടെ, സമയമുണ്ടല്ലോ, താൻ അത്ര വലിയ ആളൊന്നുമല്ല എന്നൊക്കെയുള്ള പരിഹാസ രൂപേണയുള്ള മറുപടിയാണ് പലപ്പോഴും PV അൻവർ നൽകിക്കൊണ്ടിരുന്നത്. എങ്കിൽ പോലും അദ്ദേഹം ഉണ്ടാക്കിയിരുന്ന ഒരു സ്വാധീനം, അത് നിലമ്പൂർ മേഖലയിലാണെങ്കിൽ പോലും അദ്ദേഹം ഉയർത്തുന്ന ചില വിഷയങ്ങളിലുള്ള മെറിറ്റൊക്കെ വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്.
ഉന്നയിക്കുന്നുണ്ട്. അത് ഈ വനത്തെ സംബന്ധിച്ചിട്ടുള്ളതായാലും അതല്ലെങ്കിൽ വനപാലകർ ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളിലായാലൊക്കെ വീണ്ടും വീണ്ടും അത് ചർച്ചയ്ക്ക് വെച്ചിരുന്നു. പി വി അൻവർ പറഞ്ഞിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അത് തള്ളിക്കളയാൻ പറ്റില്ല. അതിൽ പലതിലും കാര്യമുണ്ട്. അത് ഈ സ്വർണ്ണക്കടത്ത് കേസിലടക്കം ഉള്ള UDF നേതാക്കളുടെ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് നേതാക്കളുടെയൊക്കെ ഒരു പരാമർശമായിരുന്നു. അത് പി വി അൻവർ ആണ് പറയുന്നത് എന്നുള്ളത് കൊണ്ട് എല്ലാം അടച്ചു കളയേണ്ടതില്ല. എന്തുകൊണ്ട് സർക്കാർ അതിലൊന്നും തന്നെ ഒരു അന്വേഷണം നടത്തുന്നില്ല? സ്വർണ്ണക്കടത്ത് കേസിൽ ഇത്രയും വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണം ഒരാൾ ഉന്നയിക്കുമ്പോൾ എന്തുകൊണ്ട് ഒരു അന്വേഷണവും അതിൽ ആക്കുന്നില്ല? അതെല്ലാം തന്നെ എന്തുകൊണ്ട് തള്ളിക്കളയുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്ന ഒരു ഘട്ടം കൂടിയാണ്. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് DMK ഇനി എങ്ങോട്ടേക്ക് എന്നുള്ള ചോദ്യത്തിന്റെ മുൻപിലാണ് നിൽക്കുന്നത്. ആ ചോദ്യത്തിനുള്ള ഉത്തരം അത് UDF ആയിരിക്കുമോ, വീണ്ടും കോൺഗ്രസിലേക്ക് തന്നെ പി വി അൻവർ മടങ്ങിപ്പോകുമോ എന്നുള്ള ഒരു ചോദ്യം ആണ് നിൽക്കുന്നത്. എന്തായാലും വാതിലടച്ചിട്ടില്ല എന്നുള്ള സൂചന തന്നെയാണ് എല്ലാ ഭാഗത്തു നിന്നും ഇതുവരെയും ലഭിച്ചിട്ടുള്ളത്.